ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2025 ആദ്യ മലയാള സിനിമ കണ്ടു കഴിഞ്ഞു. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവർ രജനി സംവിധാനവും നിർവഹിച്ച് ടോബിനോ തോമസ്, തൃഷ, വിനയ് റായ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രമാണ് ഐഡന്റിറ്റി. ജെക്സ് ബിജോയാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത്. 2025 തുടക്കം ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം. ചിത്രം പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തുടക്കം മുതൽ അവസാനം വരെ, അതായത് ചിത്രത്തിന്റെ ആദ്യ ഷോട്ട് മുതൽ അവസാന ഷോട്ട് വരെ നമ്മളെ ത്രില്ലടിപ്പിച്ചിരുത്താൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് എന്നതാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയത്. ചിത്രത്തിന്റെ കഥയോ മറ്റു കാര്യങ്ങളോ അറിയാതെ തന്നെ ചിത്രത്തെ സമീപിക്കുക. അങ്ങനെയാണെങ്കിൽ ചിത്രം നിങ്ങളെ കൂടുതൽ എൻഗേജിംഗ് ആക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊന്ന് അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ്. ടൊവിനോ തോമസ് ആയിക്കോട്ടെ, വിനയ് റായ് ആയിക്കോട്ടെ, അജു വർഗീസ് ആയിക്കോട്ടെ, അവരവരുടെ ഭാഗങ്ങൾ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ തൃഷയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ ഇവിടെയും ചെറിയ ഡബ്ബിങ്ങിന്റെ പോരായ്മകളൊക്കെ കണ്ടെങ്കിലും അതൊന്നും ഈ സിനിമയുടെ ബാക്കി കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവായിട്ട് തന്നെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നത് തന്നെ സംശയമാണ്. പക്ഷെ കഥ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാം എന്തായി കാണിക്കുന്നേ എന്ന്. കാരണം ചില ഡയലോഗുകളൊക്കെ വേണ്ടാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാൻ വേണ്ടി ചില ഡയലോഗുകൾ അവിടെ പറയുന്ന പോലെയാണ്. അതായത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഡയലോഗിൻ്റെ കാര്യം അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തോട് അത്തരം ഡയലോഗുകൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളെ എന്താണ് കഥ പറയുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ അത്തരം ഡയലോഗുകൾ കയറ്റിയിട്ട പോലെ തോന്നി. അത് നിങ്ങൾ ചിത്രം കാണുമ്പോൾ ആദ്യത്തെ ഭാഗങ്ങളിൽ തന്നെ നിങ്ങൾക്കത് വ്യക്തമാകും. പക്ഷേ എന്താണ് കഥയെന്നും ആ ഒരു കഥാപാത്രം എന്താണെന്ന് അറിയാനും ആ ഒരു ഡയലോഗിൻ്റെ ആവശ്യം അവിടെ അനിവാര്യമാണ്. പക്ഷേ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു കഥാപാത്രത്തോട് ആ ഒരു ഡയലോഗിൻ്റെ കാര്യം അവിടെ ഉണ്ടോ എന്നത് മാത്രമാണ് ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നത്. ബാക്കി ചിത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒന്നിനൊന്നും മികച്ചതായിട്ടേ പറയാനുള്ളൂ. ആ ചിത്രത്തിൻ്റെ ഫൈറ്റ് ആയിക്കോട്ടെ, ചേസിങ് രംഗങ്ങളായിക്കോട്ടെ, ബാക്കി ആക്ഷൻ എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെയായിരുന്നു. ഒരു മലയാള സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുക എന്നത് ഒരു മലയാളി ഓഡിയൻസ് എന്ന നിലയിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കട്ടെ. നല്ല രീതിയിലുള്ള ബിൽഡപ്പിലൂടെയാണ് ഫസ്റ്റ് ഹാഫ് നീങ്ങുന്നത്. ആ ഒരു ബിൽഡപ്പിനെ പൂർണ്ണതയിൽ എത്തിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫ് എന്ന് തന്നെ പറയാം. ഫോറൻസിക് കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഒരു പാർട്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഒരു ട്വിസ്റ്റ് ഇട്ട്, പിന്നെ ഒരു ട്വിസ്റ്റ് ഇട്ട്, അങ്ങനെയാണ് ചിത്രം പോയിരുന്നത്. ആ ഒരു രീതിയിലും കൂടിയാണ് ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതെന്തൊക്കെയാണ് എന്നത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ 2025 തുടക്കത്തിൽ നല്ലൊരു ചിത്രം തന്നെ കിട്ടി എന്ന് തന്നെ പറയാം. എല്ലാവരുടെയും ആസ്വാദനം ഒരുപോലെ ആകണമെന്നില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും തന്നെ ദഹിക്കാത്തവരും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ റിവ്യൂവിൽ മാത്രം ഒതുങ്ങി നിൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കി പബ്ലിക് ഓഡിയൻസിന്റെ റെസ്പോൺസും കൂടെ നോക്കിയിട്ട് ചിത്രം കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെ ചാനലിൽ പബ്ലിക് റെസ്പോൺസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ മാത്രം നോക്കാണ്ട് നിങ്ങൾ ആ ഒരു റിവ്യൂവും കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ തീരുമാനത്തിലെത്തുക. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു നല്ല ചിത്രം തന്നെയാണ് ഐഡന്റിറ്റിയുടെ അണിയറ പ്രവർത്തകരുടെ തന്നെ സെവൻത് ഡേ എന്ന ചിത്രത്തിന്റെ ഒരു വലിയ ആരാധകൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു അണിയറ പ്രവർത്തകർ മറ്റൊരു ചിത്രമായിട്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഹൈപ്പ് അവിടെ വന്നു കഴിഞ്ഞു. ആ ഒരു ഹൈപ്പിനനുസരിച്ചുള്ള ഒരു അനുഭവം തന്നെ ചിത്രം സമ്മാനിക്കുകയും ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ആസ്വാദനത്തിന് ചെറിയ കല്ലുകടിയൊക്കെ വന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ മലയാള സിനിമയിൽ ഇന്ന് വരെ കാണാത്ത കുറച്ച് രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിക്ക് തന്നെയാണ് ചിത്രം അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു പ്ലെയിൻ ഫൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ചേസിങ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തേ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇങ്ങനെയൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഫൈറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേസിങ്ങോ, ഒരു മനോഹരമായിട്ട് ചേസിങ്ങോ ടർബോയിലൊക്കെ നമ്മൾ കണ്ടതാണെങ്കിലും ഈ ഒരു രീതിയിലേക്കും കൂടെ, അതായത് ഈ ഒരു ചിത്രത്തിൽ മറ്റൊരു രീതിയിലും കൂടെ ആ ഒരു ചേസിങ്ങിനെ സമീപിച്ചപ്പോൾ വളരെ മനോഹരമായൊരു അനുഭവം ആ ഒരു ചേസിങ് അല്ലെങ്കിൽ ആ ഒരു രംഗം സമ്മാനിച്ചു. ചിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങി സൂക്ഷ്മമായി പരീക്ഷിച്ചുള്ള ആസ്വാദനത്തെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ ചിത്രത്തെ സമീപിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ചിത്രം നിങ്ങൾക്ക് സമ്മാനിക്കുമെന്നത് തീർച്ചയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ചിത്രം തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അതും തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.